മോദിയും അദാനിയും എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നതിന് കാരണം മോദി അദാനി അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ്. പ്രധാനമന്ത്രി മോദി അദാനിക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണെന്ന് രാഹുൽ വ്യക്തതയോടെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പാർലമെന്റിൽ പലപ്പോഴും മോദിക്കെതിരെ അദാനി വിഷയങ്ങളിൽ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ. ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ ഭയന്ന് അവകാശങ്ങളെ നിഷേധിച്ച് പകമൂത്ത് മോദി കാട്ടിക്കൂട്ടിയതൊക്കെ ഇന്ത്യൻ ജനത കണ്ടതുമാണ്. ഇപ്പോഴിതാ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയവുമായി പാർലമെന്റിൽ കാലുകുത്തിയ പ്രിയങ്ക ഗാന്ധിയും അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദാനി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയും കൂട്ടരും ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. അദാനി അഴിമതി പാർലമെന്റിൽ ചർച്ച ചെയ്യണം, അത് ജനങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പ്രിയങ്ക ആവർത്തിച്ചു. അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം നേതാക്കൾ കറുത്ത ജാക്കറ്റ് അണിഞ്ഞാണ് പാർലമെന്റ് പരിസരത്ത് ഒത്തുകൂടിയത്. ജാക്കറ്റിന് പുറത്ത് മോദിയും അദാനിയും ഒന്ന്, അദാനി സുരക്ഷിതൻ എന്നെഴുതിയ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം ചർച്ച ചെയ്യാൻ നിൽക്കാതെ നരേന്ദ്രമോദിയും സർക്കാരും ഒളിച്ചോടുകയാണെന്ന് പ്രിയങ്ക എക്സിൽ കുറിച്ചു. അദാനിയുടെ അഴിമതികളെ പ്രധാനമന്ത്രി ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പ്രിയങ്കയ്ക്കും സഹ MPമാർക്കുമൊപ്പം പ്രതിപക്ഷ MPമാരെല്ലാവരും തന്നെ പാർലമെന്റ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്തു. രാഹുലും തന്റെ ട്രേഡ് മാർക്കായ വെളുത്ത ടീഷർട്ടിന് പുറത്ത് പ്രതിഷേധ വാചകങ്ങൾ എഴുതിയാണ് പ്രതിഷേധിച്ചത്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് രാഹുൽ ആരോപിച്ചു. അദ്ദേഹത്തിന് അത് തനിക്കെതിരെ തന്നെ അന്വേഷണം നടത്തുന്നത് പോലെ ആയിരിക്കുമെന്ന് രാഹുൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. ശതകോടീശ്വരനും വ്യവസായിയുമായ അദാനിയും സംഘവും ഉൾപ്പെട്ട വിവിധ തട്ടിപ്പുകളെക്കുറിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് ഞങ്ങളുടെ ആവശ്യം അദാനിക്കെതിരെയുള്ള കുറ്റപത്രത്തെ സാധൂകരിക്കുന്നതാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദാനി പ്രതികരിച്ചത്. വരും ദിനങ്ങളിൽ പാർലമെന്റ് മന്ദിരത്തിൽ ഇന്ത്യയുടെ പെൺപുലിയുടെ ശബ്ദം മുഴങ്ങുക തന്നെ ചെയ്യും. അദാനി വിഷയം കൊണ്ട് മോദിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും. രാഹുൽ എന്ന കൊടുങ്കാറ്റിനൊപ്പം പ്രിയങ്ക എന്ന പേമാരിയും മോദി എന്ന വടവൃക്ഷത്തെ കടപുഴക്കും. അത് അനിവാര്യം തന്നെയാണ്. മതേതരത്വത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്നും അടർത്തി മാറ്റി സവാർക്കറെ പ്രതിഷ്ഠിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു ഭരണകൂടത്തിനെ നേരിന്റെ ജനാധിപത്യം കൊണ്ട് തറപറ്റിക്കാൻ രാഹുലുണ്ട്, കൂടെ പ്രിയങ്കയും. സൗരോർജ്ജ കരാറിന് 2029 കോടി രൂപ കോഴ നൽകിയതിന്റെ പേരിൽ ഗൗതം അദാനിക്കും 8 കൂട്ടാളികൾക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് ഗ്രാൻഡ് ജൂറി കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈപ്പറ്റിയ ശതകോടികളുടെ വായ്പ തിരിച്ചടയ്ക്കാത്തത് മൂലം ആ ബാങ്കുകൾക്ക് കിട്ടാക്കടം വർദ്ധിച്ച് പ്രതിസന്ധിയിലുമാണ്. സൗരോർജം വാങ്ങുന്നതിന് അദാനി ഗ്രൂപ്പിലെ അദാനി ഗ്രീനും അസൂർ കമ്പനിയും കേന്ദ്ര സർക്കാരിന് കീഴിലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ധാരണ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ കോർപ്പറേഷനിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് സൗരോർജം വാങ്ങാൻ ചില സംസ്ഥാനങ്ങൾ തയ്യാറാകാത്തത് മൂലമാണ് ശതകോടികളുമായി ഭരണക്കാരെ പിടിക്കാൻ അദാനി തന്നെ പിന്നീട് രംഗത്തിറങ്ങിയത്. മൊത്തം 2029 കോടി രൂപയാണ് കൈക്കൂലിയായി നൽകിയതെന്ന വസ്തുത അദാനിയുടെ തട്ടിപ്പിന്റെ ആഴം വെളിവാക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെയാണ് മോദി അദാനിയെ സംരക്ഷിച്ചു പിടിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മുടെ ഇന്ത്യയെ തുണ്ടം തുണ്ടമാക്കി വിറ്റ് തുലയ്ക്കും മോദി. നമ്മുടെ ഇന്ത്യയെ അറിയാത്തവർ ഭരണത്തിലേറി ആത്മാവ് പിഴുതെടുത്ത് അവിടെ വർഗീയത നട്ടുവളർത്തി ഇന്ത്യയെ വിഭജിക്കുന്നതിനെതിരെയാണ് രാഹുലും പ്രിയങ്കയും ആഞ്ഞടിക്കുന്നത്. മോദിയുടെ സിംഹാസനം ഇളകുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.